ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരു വിശ്വാസിയുടെ നാവ് എങ്ങനെയായിരിക്കണം എന്നത് പഠിപ്പിക്കുന്ന സൂറത്തുൻ നിസാഇൻ്റെ 114-ാമത്തെ ആയത്താണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നന്മ കൽപ്പിക്കുകയും സ്വതക്ക കൊണ്ട് കൽപ്പിക്കുകയും അതുപോലെ ജനങ്ങൾക്കിടയിൽ ഐക്യവും യോജിപ്പും ഉണ്ടാക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിലല്ലാത്ത മറ്റു സംസാരങ്ങളിലൊന്നും, നിങ്ങളുടെ രഹസ്യ സംഭാഷണങ്ങളിലൊന്നും യാതൊരു നന്മയും ഇല്ല എന്ന് ആണ് വിശുദ്ധ ഖുർആൻ ഈ സൂക്തത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചീത്ത സംസാരങ്ങൾ എന്തൊക്കെയാണ്, നല്ല സംസാരങ്ങൾ എന്താണ് എന്ന് നമുക്കിതിന്ന് മനസ്സിലാക്കാൻ പറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറയുകയും ചെയ്തു. ദിക്റും നിസ്കാരവും പ്രാർത്ഥനയുമൊക്കെ അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ സംസാരങ്ങളും മുനാജാത്തും സംഭാഷണവുമൊക്കെയാണ്. അത് പ്രതിഫലാർഹമായ ആരാധനയാണ്. പക്ഷേ നമ്മുടെ ഇടയിലുള്ള, നമ്മുടെ സാമൂഹിക ജീവിതത്തിലുള്ള സംസാരം, നമ്മുടെ രഹസ്യ സംഭാഷണങ്ങൾ, അത് മിക്കതും തെറ്റിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല സംസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരങ്ങൾ നന്മ കൽപ്പിക്കുന്നതും നന്മയിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാത്തതും ഒക്കെയാകണം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ചീത്ത സംസാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഈ പറയപ്പെട്ടതല്ലാത്തതൊക്കെ ചീത്ത സംസാരങ്ങളാണ്. ചീത്ത സംസാരങ്ങൾ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ വിധത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ധാരാളം തരത്തിൽ പറയാനുണ്ട്. ചീത്ത സംസാരങ്ങൾ ഒരു മനുഷ്യൻ്റെ നാവുകൊണ്ട് സംഭവിക്കുന്ന സംസാരങ്ങളിൽ ഭൂരിഭാഗവും ചീത്തയാണെന്ന് പറയാം. അള്ളാഹു പ്രത്യേകമായി തൗഫീഖ് നൽകിയ വ്യക്തികൾ ഒഴികെ മിക്ക ആളുകളുടെയും സംസാരം ഭൂരിഭാഗവും അത് ചീത്ത സംസാരമാണ്. ചീത്ത സംസാരങ്ങളിൽ നാം ചീത്ത സംസാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കളവ് പറയുക എന്ന് പറയുന്നത്. കളവ് ഒരു മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ നിങ്ങൾ സത്യം മാത്രം പറയുക, നിങ്ങൾ സത്യം നിങ്ങളെ നന്മയിലേക്കും ആ നന്മ നിങ്ങളെ സ്വർഗത്തിലേക്കും എത്തിക്കും. ഒരാൾ സത്യം പറയാൻ തന്നെ ശാഠ്യം പിടിച്ച് ഏത് ഘട്ടത്തിലും സത്യം പറയുകയാണെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ സിദ്ദീഖ് എന്ന പേരിൽ, ഉന്നതമായ സ്ഥാനപ്പേരിൽ അറിയപ്പെടുകയും അവൻ സ്വർഗത്തിൻ്റെ അഹ്ലുകാരനാകുകയും ചെയ്യും. എന്നാൽ നബി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും കളവ് പറയരുത്. കളവ് നമ്മെ തെമ്മാടിത്തരത്തിലേക്ക് എത്തിക്കും, തിന്മയിലേക്ക് എത്തിക്കും, അത് നമ്മെ നരകത്തിലേക്കും എത്തിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. കളവ് പറയുക എന്നത് ചിലർ വളരെ ലാഘവത്തോടുകൂടി, വളരെ ലാഘവത്തിൽ കാണുന്ന ഒന്നാണ്. എപ്പോഴും കളവ് പറയുന്നവരുണ്ട്, തമാശക്ക് കളവ് പറയുന്നവരുണ്ട്, വാഗ്ദാനത്തിൽ കളവ് പറയുന്നവരുണ്ട്. വാഗ്ദാനം ചെയ്യുമ്പോൾ കളവ് പറഞ്ഞ് വാഗ്ദാനം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഗൗരവം പഠിപ്പിച്ചിട്ടുള്ള വിഷയങ്ങളാണ് അതെല്ലാം. വാഗ്ദാനം, ചെറിയ കുഞ്ഞുങ്ങളോടാണ് വാഗ്ദാനം ചെയ്യുന്നതെങ്കിൽ പോലും കളവ് വാഗ്ദാനം ചെയ്യരുത് എന്നാണ്. അതുപോലെ തന്നെ തമാശക്കും കളവ് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വൈലുല്ലില്ലദീ യുഹദ്ദിസുൽ ഖൗമ ബിൽ ഹദീസ്, ജനങ്ങളെ ഫയക്ദിബു ലിയുൽഹിഖഹും, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന, ജനങ്ങളോട് സംസാരിച്ച് കളവ് പറയുന്ന, തമാശക്ക് ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവൻ സർവനാശവും, അവനാണ് ശിക്ഷ, നരകത്തിലെ വലിയൊരു ശിക്ഷ അവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ഒന്നിലധികം നമുക്ക് കാണാൻ കഴിയും. പല ഹദീസുകൾ കാണാൻ കഴിയും. ഏപ്രിൽ 1 കളവ് പറയുന്നവരുണ്ട്, ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി, ചിരിപ്പിക്കാൻ വേണ്ടി. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പം തമാശക്കും കളവ് പറയാൻ പറ്റൂല. വ്യാജ വാഗ്ദാനം നടത്തിയിട്ട് കളവാകാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ സംസാരങ്ങളിൽ കളവ് പറയാൻ പാടില്ല. ഇങ്ങനെ എല്ലാ സമയത്തും ചീത്ത സംസാരങ്ങളിൽപ്പെട്ടതാണ് കളവ്. കളവ് നമ്മൾ ഒരിക്കലെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, കളവ് പറയുന്നവൻ എന്ന
ഒരു വിശേഷണം നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കും, നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കും. ആഖിറത്തിൽ അതുകൊണ്ടുള്ള ശിക്ഷയും അതുകൊണ്ട് അവനുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ വേറെ പറയാനുണ്ട്. പക്ഷെ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കും. അവൻ കളവ് പറയുന്നത് ശീലമാക്കിയ ഒരാളാണ്, അല്ലെങ്കിൽ ഒരാൾ കളവ് പറയുന്നവനാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ അവൻ പറയുന്നതൊന്നും നമ്മൾ വിശ്വസിക്കൂല. പിന്നെ അവൻ എന്ത് പറഞ്ഞാലും നമ്മൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങൂല. അത് പറഞ്ഞത് അവനല്ലേ, അതിപ്പോൾ എത്രത്തോളം ശരിയുണ്ട് നമുക്ക് ആലോചിക്കണം. വെറും കളവേ പറയുള്ളൂ എന്ന് നമ്മൾ വിലയിരുത്തും, ജനങ്ങൾ വിലയിരുത്തും. അവൻ സത്യം പറഞ്ഞാലും ജനങ്ങൾ കളവ് പറയുന്നവനായി വിലയിരുത്തും. അവൻ സത്യം പറഞ്ഞാലും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു ഉറപ്പുണ്ടാവില്ല. അതെന്താ? അത് അവൻ കളവ് പറയുന്നതായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ ഹദീസിലൊക്കെ കളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ മൗദൂ എന്ന് പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബികളാരും രണ്ടാം തരക്കാർ മോശപ്പെട്ടവർ അല്ല. സ്വഹാബികളാരിലും തള്ളപ്പെടേണ്ട സ്വഹാബികളില്ല. എന്നാൽ സ്വഹാബികൾക്ക് ശേഷം അതിങ്ങനെ പിൽക്കാലത്ത് ഓരോരുത്തർ മുഖേനയാണ് പിൽക്കാലത്ത് ഹദീസ് എത്തുന്നത്. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് സ്വഹീൽ ബുഖാരി നോക്കിയാലും മുസ്ലിം നോക്കിയാലൊക്കെ 5ഉം 6ഉം അതിലേറെ ആളുകളൊക്കെ അതിൻ്റെ ഇടയിലുണ്ടാവും. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ലേ ബുഖാരി ഇമാം അല്ലെങ്കിൽ ഇമാം മുസ്ലിം വരുന്നത്, അല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാർ വരുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഉസ്താദിൽ നിന്ന് കിട്ടി, അവരുടെ ഷേഖ് മറ്റൊരു ഷേഖിൽ നിന്ന് കിട്ടി, അങ്ങനെ ഷേഖ് പോയി സ്വഹാബിയിലേക്ക് എത്തുകയാണ് ചെയ്യുക. ഈ സനദ്, ഈ പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും അവർ കളവ് പറയുന്ന ശീലം ഉണ്ട് എന്ന് അറിയപ്പെട്ടാൽ അവരുടെ ഹദീസ് സ്വീകരിക്കപ്പെടുന്നില്ല. നോക്കണം, അത് ഈ ഹദീസ് തന്നെ കളവ് പറഞ്ഞു എന്നൊന്നും സ്ഥിരപ്പെടേണ്ട ആവശ്യമില്ല. കളവ് പറയുന്നതായിട്ട് എപ്പോഴെങ്കിലും ബോധ്യപ്പെടുന്ന ആളുകൾ അവർക്ക് സ്ഥാനമില്ല എന്നാണ്. അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നത് കളവിന് വലിയ ഗൗരവം ഉണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഗീബത്ത് പറയുക എന്ന് പറഞ്ഞാൽ. ഗീബത്ത് പറയുക, മറ്റുള്ളവരെ കുറിച്ച് അവരിഷ്ടപ്പെടാത്തത് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. സ്വഹാബത്ത് ഗീബത്ത് തദ്രീമൽ ഗീബ, നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഗീബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറയും, ഇല്ല നബി എന്ന് പറഞ്ഞുതരണം. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹു, നീ നിൻ്റെ സഹോദരനെക്കുറിച്ച് അവൻ ഇഷ്ടപ്പെടാത്തത് പറയുക. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ആ പറയുന്നത് അവനിൽ ഉള്ളതാണെങ്കിലോ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉള്ളത് പറയലാ ഗീബത്ത്, ഉള്ളത് പറയൽ തന്നെയാണ് ഗീബത്ത്. ഇല്ലാത്തത് പറഞ്ഞാൽ അത് കളവ് പറഞ്ഞുണ്ടാക്കി എന്നല്ലേ പറയാം. നമുക്കൊക്കെ ധാരണ ഉണ്ട്, ഞാൻ പറഞ്ഞ ഉള്ളത് തന്നെയാണല്ലോ, ഉള്ളത് പറയാൻ പാടില്ല. ഉള്ളത് പറയാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. നമ്മളാരാ ഏൽപ്പിച്ചത്? ഒരാളിൽ ന്യൂനത ഉണ്ടെങ്കിൽ, ഒരാളിലൊരു കുറവുണ്ടെങ്കിൽ അവൻ ഇഷ്ടപ്പെടാത്തത് എന്തും അത് ഗീബത്താണോ, ഞാൻ പറഞ്ഞത് ഗീബത്താണോ എന്ന് വിലയിരുത്താൻ കൂടുതൽ പണിയൊന്നുമില്ല. അപ്പം നമ്മൾ എന്തോ പറഞ്ഞു, അപ്പോൾ നമ്മൾ പറയണ്ടില്ലേ എന്ന് ഗീബത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഗീബത്തല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഗീബത്താണോ, നമ്മൾ ഈ പറയുന്നത് ഗീബത്താകുമോ എന്നറിയാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ ഈ ആരെ കുറിച്ചാണോ പറയുന്നത് അദ്ദേഹം നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പറയോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പറയില്ലേ, അത് ഗീബത്തായി വരുന്നു. ഞാൻ മറ്റൊരാളെക്കുറിച്ച്, ഞാൻ മൂന്നാമതായ ഒരാളോട്, എൻ്റെ സുഹൃത്തിനോട് പറയണം, ഞാൻ എൻ്റെ സുഹൃത്തിനോട് മൂന്നാമത്തെ ഒരാളെക്കുറിച്ച്, മൂന്നാമനെക്കുറിച്ച് മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ അയാളെ പറ്റിയാകാം, അയാളുടെ കുടുംബത്തെ പറ്റിയാകാം, അയാളുടെ വസ്ത്രത്തെ പറ്റിയാകാം, അയാളുടെ അവയവത്തെ പറ്റിയാകാം, അയാളുടെ മുടിയെക്കുറിച്ചാകാം, അയാളുടെ ഉയരത്തെക്കുറിച്ചാകാം, അയാളുടെ വാഹനത്തെക്കുറിച്ചാകാം. ഇതൊക്കെ ഗീബത്താകും. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെപ്പറ്റി വിശദമായി പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, വിശ്വാസിയുടെ നാവ് എന്ന വിഷയത്തെക്കുറിച്ച്, കളവിനെക്കുറിച്ചും, ഗീബത്ത്, നമീമത്ത്, അസഭ്യം, ശാപം തുടങ്ങിയിരിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പറയാനുണ്ട്. ആഴ്ചകളോളം ക്ലാസ് എടുക്കാനുണ്ട്. ഒരു ക്ലാസ്സൊന്നുമല്ല, ഒരു ക്ലാസ് 2 ക്ലാസ് കൊണ്ടും തീരുന്ന വിഷയമല്ലത്. ഇത് ഡസൻ കണക്കിന് ക്ലാസ്സുകൾ പറഞ്ഞ് വിശദീകരിച്ച് മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒരാളെക്കുറിച്ച് പറയാണ്, അദ്ദേഹത്തെക്കുറിച്ച് എന്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് വലിയ മോശപ്പെട്ടൊരു ഇകഴ്ത്തി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വിഷയമാണോ എന്നത് ഗീബത്തായി. ഇത്ര നോക്കിയാൽ മതി.
അതുകൊണ്ടല്ലേ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്നു. നബി തങ്ങളുടെ വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞ ഒരു കുള്ളത്തിയാണ്, ഒരു കുറിയ സ്ത്രീ, ഉയരം കുറഞ്ഞ സ്ത്രീ. നമ്മൾ പറയാമല്ലോ ഒരു കുള്ളത്തിയാണ് വന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിട്ട്. ആയിഷ ബീവി നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഒരു കുള്ളത്തി പെണ്ണ് അല്ലെങ്കിൽ ഒരു ചെറിയ ഉയരം കുറഞ്ഞ പെണ്ണ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, ഇഗ്തബ്തിഹ, ആയിഷ നീ ആ സ്ത്രീയെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞു, തുപ്പ് എന്ന് പറഞ്ഞു. ആയിഷ ബീവി തുപ്പിയപ്പോൾ മാംസക്കഷ്ണം വായിലൂടെ വന്നു എന്നാണ്. നോക്കി, ആ സ്ത്രീയുടെ പച്ചമാംസം തിന്നു എന്നതിനർത്ഥം. പച്ചമാംസം തിന്നു. ഗീബത്ത് പറയാന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഗീബത്ത് പറയുന്നതിനെ പറ്റി ഖുർആൻ പറഞ്ഞത് മറ്റുള്ളവരുടെ പച്ചമാംസം തിന്നുക എന്നാണ്. മറ്റുള്ളവർ ലാ യഗ്തബ് ബഅ്ദുക്കും ബഅ്ദൻ, നിങ്ങൾ ആരും മറ്റൊരാളെ കുറിച്ച് ഗീബത്ത് പറയരുത്. എന്നിട്ട് ഖുർആൻ ചോദിക്കുകയാണ്, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളുടെ സഹോദരൻ്റെ ഇറച്ചി തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പം നമ്മൾ മറ്റൊരാളെ ഇറച്ചി തിന്നാണ്. അത് ആയിഷ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്ജിസത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ? വേറെ അനുഭവമുണ്ട്. ആയിഷ ബീവി വേറൊരു സ്ത്രീ വന്നപ്പോൾ, ആയിഷ നബി തങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ സ്ത്രീയുടെ വസ്ത്രം എന്തോ അങ്ങനെ തൂങ്ങി കളിച്ച് നടക്കുന്നുണ്ട്. വസ്ത്രം അങ്ങനെ തൂങ്ങിയിട്ടോ എന്തോ ആണ്. അപ്പോൾ ആയിഷ ബീവി ആ സ്ത്രീ പോയപ്പോൾ എന്താ ആ പെണ്ണിൻ്റെ വസ്ത്രം അങ്ങനല്ലേ എന്ന് പറഞ്ഞു. ആ വസ്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ നീ ആ പറഞ്ഞത് ഗീബത്തായിപ്പോയി. നോക്കി നിങ്ങൾ. അപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് കുറ്റം പറയാന്ന് പറഞ്ഞാൽ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെക്കുറിച്ച് വലിയ അധ്യായം തന്നെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അവിടെ പറയുന്നത്. അവിടെ ചെറുബേ നമ്മളൊക്കെ ആകെ ബേജാറായി പോകുന്ന രീതിയിൽ ഒരാളുടെ വാഹനത്തെപ്പറ്റി പറഞ്ഞാലും അയാൾ ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ അയാളെക്കുറിച്ച് പറയാം, നമ്മളെ കുറിച്ച് അയാളുടെ ഉയരത്തെപ്പറ്റി പറഞ്ഞു, എന്താ അയാളെ കണ്ണ് അങ്ങനെ, അയാളൊരു കഷണ്ടി അല്ലേ എന്ന് പറഞ്ഞു. അയാൾക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അയാൾ കേൾക്കുമ്പോൾ നമ്മൾ പറയോ? ഇല്ല, എങ്കിൽ ഇത് ഗീബത്തായി. അൽ ഗീബത്തു അശദ്ദു മിനസ് സിന, വ്യഭിചാരത്തേക്കാൾ കാഠിന്യമുള്ളതാണ് ഗീബത്ത് പറയുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ അർത്ഥം ഈ വ്യഭിചാരം ചെയ്ത് അത് വളരെ ലാഘവത്തോടെ കാണേണ്ടതാണെന്നല്ല, പക്ഷേ അത് പൊറുക്കുന്നതിനേക്കാൾ പ്രയാസപ്പെടും ഇത് പുറത്തു കിട്ടണമെങ്കിൽ എന്നതിൻ്റെ അർത്ഥം. ഗീബത്ത് പൊറുക്കണമെങ്കിൽ, അള്ളാഹു പൊറുക്കണമെങ്കിൽ നമ്മൾ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവരോട് പൊരുത്തപ്പെടിക്കണം, അവരത് വിട്ടുവരണം. അപ്പോഴല്ലേ നമുക്കത് പുറത്തു കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഗീബത്ത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇനി നാവുകൊണ്ട് തന്നെ പറഞ്ഞോളന്നില്ല. ഞാൻ ഗീബത്തിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞു. നാവുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഗീബത്താവുള്ളൂ എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. പണ്ഡിതന്മാർ ഇതൊക്കെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരാൾ ആംഗ്യം കാണിച്ചാൽ ഗീബത്താവും. നമ്മൾ ആംഗ്യം കാണിച്ചു, ഒരാൾ ഇവിടെ വന്നിങ്ങനെ പോവുക, അല്ലെങ്കിൽ നമ്മൾ ഒരാളിങ്ങനെ നടന്നു പോവുക, ഒരു കള്ളു കുടിക്കുന്ന ഒരാളാണ് ഉദാഹരണം പറയാം, ഒരു മദ്യപാനിയായ മനുഷ്യനാണ്, അയാൾ മദ്യപാനിയായത് കുറ്റം കിട്ടും, അദ്ദേഹത്തിന് കിട്ടും. പക്ഷെ നമ്മളത് പറഞ്ഞു നടന്നാൽ നമുക്കും കുറ്റം കിട്ടും. അതല്ലേ വിഷയം. മദ്യപാനിയായൊരു ആളാണ് പോകുന്നത്, അയാളങ്ങനെ നടന്നു പോവുക. അപ്പം നമ്മൾ അയാളെക്കുറിച്ച് കളിയാക്കിയിട്ട് ആംഗ്യം കാണിച്ച് പറഞ്ഞാൽ, നമ്മളിപ്പോൾ അയാളെ മദ്യപാനിയാന്ന് ഇവിടെ നാവുകൊണ്ട് പറഞ്ഞില്ല, നമ്മൾ അയാളെക്കുറിച്ച് കാണിച്ച് കണ്ടില്ലേ. നമുക്കിപ്പോൾ എന്തൊക്കെ പറയാൻ പറ്റും? നമുക്ക് ആംഗ്യം കൊണ്ട് പലതും കാട്ടാൻ പറ്റില്ല. ഒരു കണ്ണുകൊണ്ട് തന്നെ ആളെ ഇകഴ്ത്താൻ കഴിയും. ഒരാളെക്കുറിച്ച് അങ്ങനെ ഇകഴ്ത്തിയിട്ട് എന്ന് പറഞ്ഞു, സുഖമില്ല എന്ന് പറഞ്ഞു, അങ്ങനല്ലേ, പറഞ്ഞൊന്നുമില്ല, ഗീബത്തായിപ്പോയി. ഗീബത്താണ്. ആംഗ്യം കാണിച്ചു പറഞ്ഞാലും സൂചിപ്പിച്ച് പറഞ്ഞാലും ഗീബത്താകുന്നു. മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ കുത്തി പറയും, അത് ഞാൻ ഓളെ പറഞ്ഞില്ലല്ലോ എന്ന് പറയും നമ്മൾ. പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലാക്കണം ആരെ പറഞ്ഞെന്നുള്ളത്. എന്നാലും ഗീബത്താവും. മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ പറഞ്ഞാൽ, ഉദാഹരണത്തിന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ പറഞ്ഞു, നമ്മൾ ചിലരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാക്കണം ആരെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത്. അവൻ ആരെ പറ്റിയാണ് പറയുന്നത് ബോധ്യപ്പെട്ടു, അതും ഗീബത്താണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. ഗീബത്ത് പറഞ്ഞാൽ തെറ്റില്ലാത്ത സ്ഥലങ്ങളുണ്ട്. നമ്മൾ കളവിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ പറയേണ്ട ഭാഗമാണ്. ഒരുപാട് സ്ഥലങ്ങൾ കളവുമായി ബന്ധപ്പെട്ട് കളവിൽ ഇളവുള്ള ഘട്ടങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഘട്ടങ്ങളുണ്ട്. അത് നമുക്ക് ദുരുപയോഗപ്പെടുത്താനുള്ളതല്ല. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഏതെങ്കിലും ഉസ്താദുമാർ ആലിമീങ്ങൾ
വഹാബികളെ കുറിച്ച് മറുപടി പറയുമ്പോൾ പറയേണ്ടി പല വിഷയം പറയും, ചില കാര്യങ്ങൾ പറയും. അപ്പോൾ കണ്ടില്ലേ, മൗലവി വേലറിയാൻ നിൽക്കണ്, മൗലവി വഹാബികളെ കുറിച്ച് അവരെ പറ്റി എന്തിനാ ഗീബത്ത് വരുന്നത്? അത് ഗീബത്തല്ല, അത് ചില സ്ഥലത്ത് ഗീബത്ത് പറയാൻ നിർബന്ധമാണ്. ഇപ്പം നമ്മൾ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മളോട് ഒരാൾ വന്നിട്ട് കല്യാണാന്വേഷണം നടത്തി. നമ്മൾ കല്യാണാന്വേഷണമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോഴല്ല നമ്മളൊക്കെ ചെയ്യും, ആ കുട്ടിയെക്കുറിച്ച് അന്വേഷണം നടത്തും. ഒരു ആൺകുട്ടിയുടെ നമ്മുടെ മകളെ കല്യാണം അന്വേഷിച്ചുകൊണ്ടൊരു പുരുഷൻ വന്നു. അപ്പോൾ നമ്മളെന്തായാലും ആ പുരുഷനെക്കുറിച്ച് ആ നാട്ടിൽ പോയി അന്വേഷിക്കണമല്ലോ, അങ്ങോട്ടും അന്വേഷിക്കണം അവൻ എന്താണ്. അപ്പോൾ നമ്മളോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇന്നാളിനാൾ, അവന് ചെക്കൻ എന്താ പാട്? അപ്പോൾ അവൻ മദ്യപാനിയാണ്, ഉദാഹരണം പറയാം, അവന് ചില ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ട്, ലഹരി ഉപയോഗിക്കുന്ന ആളാണൊക്കെ നമുക്കറിയാം. എന്നാൽ നമ്മളവിടെ പറയണം എന്നാണ്, അവൻ നല്ല ഉഷാറാ, അവൻ ഫുൾ ടൈം പള്ളി പോണ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അവനില്ലാത്ത പറഞ്ഞിട്ട് അവനെ കൊടുക്കാൻ പാടില്ല. അത്തരം ഘട്ടങ്ങളിൽ ഉള്ളത് പറഞ്ഞു കൊടുക്കണം. കാരണം അവിടെ നമ്മൾ ഗീബത്ത് പറഞ്ഞവനെ വഷളാക്കാന്ന് ഉദ്ദേശമല്ല, ഇവരന്വേഷിക്കുമ്പോൾ ഉള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ പറയാം, എൻ്റെ അറിവിൽ അവൻ ഇങ്ങനത്തെ ചില ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചോളി, എനിക്കറിയാമെന്ന് പറഞ്ഞു. അത് കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്നല്ല. അപ്പോൾ അത്തരം അന്വേഷണങ്ങൾ പറയേണ്ടി വരും. അല്ലാതെ നമ്മൾ ഒരു അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നല്ലതുണ്ടാക്കി പറഞ്ഞിട്ട് ആ കുടുംബത്തെ നശിപ്പിക്കണോ? ഇല്ല. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ചില ഘട്ടങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. ബിദ്അത്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി എത്ര കിതാബുകൾ. ഇബ്നു തൈമിയ്യക്കെതിരെ കിതാബ് ഇറങ്ങിയില്ലേ? വഹാബി നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെതിരെ കിതാബിന് രചിക്കപ്പെട്ടില്ല. എത്ര കിതാബ് രചിക്കപ്പെട്ടു? നീ നമ്മൾ വിചാരിക്കുക, കണ്ടില്ലേ, ആ കിതാബ് മുഴുവൻ ഇബ്നു തൈമിയ്യയുടെ പൊള്ളത്തരങ്ങളും അബദ്ധവാദങ്ങളും വിശദീകരിച്ചുകൊണ്ട് കിതാബുണ്ട്. ഇബ്നു തൈമിയ്യനെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു എന്നാ വിചാരിക്കേണ്ടത്. അങ്ങനെയല്ല, അത് ബിദ്അത്തിന്റെ തനി നിറം, ബിദ്അത്തിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. അങ്ങാടിയിലൊരു വഹാബി, ഒരു ബിദ്അത്തുകാരൻ, പുത്തനാശയക്കാരൻ വന്ന് മൈക്കും കെട്ടി പ്രസംഗിച്ചു പോയി. എല്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളെയും കുറ്റം പറഞ്ഞു. ഇസ്തിഗാസും തവസ്സുലും മഹാന്മാരൊക്കെ ഇകഴ്ത്തിയിട്ട് കുറേ ആയത്തും ഖുർആനും ഓതിയിട്ട് പ്രസംഗിച്ചു പോയി. സാധാരണക്കാർക്ക് എല്ലാം കേട്ടാൽ ഇതൊക്കെ ശരിയാണെന്ന് തോന്നും. ഇതിന് മറുപടി പറയണം, മറുപടി പറയേണ്ടി വരും. മറുപടി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ, ആ മൗലവി പറഞ്ഞ, അല്ലെങ്കിൽ ആ വിദഗ്ധകാരൻ പറഞ്ഞ ആശയങ്ങളൊക്കെ ഓരോന്നും അദ്ദേഹം പറഞ്ഞ പച്ചക്കള്ളൊക്കെ പിടികൂടിയിട്ട് മറുപടി പറയേണ്ടി വരും. അതെന്തിനാ? അത് ഗീബത്ത് പറഞ്ഞു എന്ന് പറയാൻ നിൽക്കരുത്. അത് ബിദ്അത്തിൻ്റെയും ഫിസ്കിൻ്റെയും മഹലുകാരെ, ബിദ്അത്തുകാരുടെ ബിദ്അത്ത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, ജനങ്ങളിലേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല എന്ന് മാത്രമല്ല, ചില സ്ഥലത്ത് അങ്ങനെ അവരുടെ വാദഗതികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കൽ നിർബന്ധമാകും. അല്ലെങ്കിൽ ആലിമുകൾ കുറ്റക്കാരോ. അവിടെയൊക്കെ ഒരാൾ ഒരു ബിദ്അത്തിന് മറുപടി പറഞ്ഞാലും മൊഴിയിൽ ഒക്കെ ഈബത്തും നമീമത്തും പറഞ്ഞെടുക്കുക എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ അറിയുന്നവരാണ് ഈ പറയുന്നത്. പറയേണ്ടടുത്ത് പറയേണ്ടി വരും ചില കാര്യങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ വിശദമായിട്ട് പറഞ്ഞു പോകുന്നില്ല, അത് ഗീബത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഗീബത്തായി വരും. അതുപോലെ തന്നെ നമീമത്തുണ്ട്. നമീമത്ത് എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും പറഞ്ഞ് രണ്ട് സൈഡിലും കത്തിച്ചിട്ട് നടു പിടിച്ച് മിന്നുകയാണ്. ഏഷണി പറയുക, ഒരാളെക്കുറിച്ച് മറ്റൊരാൾ പോയി പറഞ്ഞെടുക്കുക, അതിനെക്കുറിച്ച് വേറൊരാൾ പോയി പറഞ്ഞെടുക്കുക, അങ്ങനെ ഫിത്ന ഫസാദ് ഉണ്ടാക്കുക. അതുപോലെ ശാപം, ശപിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. ശപിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൽ മുഅ്മിനു ലൈസ ബിലആനിൻ, മുഅ്മിൻ വിശ്വാസി ഒരിക്കലും ശപിക്കുന്നവനല്ല, വിശ്വാസി ഒരിക്കലും ശപിക്കൂല. ശപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനും ശപിക്കരുത്. ഒരു മനുഷ്യന്മാർ മാത്രമല്ല, മൃഗങ്ങളെ ശപിക്കരുത്. പോത്തുകളെ, ആടുകളെ, നമ്മൾ മൃഗങ്ങൾ വീട്ടിൽ വളർത്തുന്ന വസ്തുക്കളൊന്നും ശപിക്കരുത്. വാഹനത്തെ പോലും ശപിക്കരുത്. ശാപം തീരെ നല്ലത്. ശപിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പിന്നല്ല മക്കളെ ശപിക്കണം. ചില മക്കളെ ശപിക്കും. ഒരിക്കലും ശപിക്കാൻ പാടില്ല. മക്കളൊരിക്കലും ശപിക്കാൻ പാടില്ല. ശപിക്കാൻ നീ നശിച്ചു പോകട്ടെ, ഇതാണ്. നീ നശിച്ചു പോകട്ടെ, അല്ലെങ്കിൽ നീ അങ്ങനെ ആകട്ടെ ഇങ്ങനെ ആവട്ടെ എന്നൊക്കെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രയിലാണ്. അപ്പോൾ ഒരു സ്ത്രീ ഒരു ഒട്ടകപ്പുറത്ത് യാത്രയുണ്ട്. ആ സ്ത്രീ ആ ഒട്ടകം ഇങ്ങനെ വേഗത്തിൽ സഞ്ചരിക്കാത്തത് കൊണ്ട് ആ വാഹനത്തെ ശപിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തിനോട് പറഞ്ഞു, ആ ഒട്ടകത്തിൻ്റെ പുറത്തുള്ള ചരക്കും മറ്റൊക്കെ എടുത്തോളി, ഇനി അതിൻ്റെ മേലെ ഒന്നും വെക്കണ്ട, കാരണം അത് ശപിക്കപ്പെട്ടിരിക്കുന്നു, ഇനി എന്തിനു പറ്റൂല. ശപിക്കപ്പെട്ട പിന്നെ എന്തിനാ പറ്റുക? അപ്പം അത്ര ശപിക്കാൻ പാടില്ല എന്ന്. പിന്നെ സ്വന്തം മക്കളെ ശപിക്കുന്നവരുണ്ട്,
സ്വന്തം വീട്ടിലുള്ളവരെ ശപിക്കുന്നവരുണ്ട്, ഭർത്താക്കന്മാരെയും ഭാര്യമാരൊക്കെ ശപിക്കുന്നവരുണ്ട്. ശപിക്കെന്ന് പറഞ്ഞാൽ നീ നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ ഈ ഗുരുത്തം കെട്ടു പോട്ടെ, ഇങ്ങനെയൊക്കെ പറയാം. പിന്നെ ഗുരുത്തം കെട്ടു പോകൂലേ, മക്കളെക്കുറിച്ചൊക്കെ നീ ഗുരുത്തം കെട്ടു പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ശാപപ്രാർത്ഥന നടത്തുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ വെറുതെ തമാശ പറയുമ്പോഴും വേണം. തമാശ എന്ന് പറയുന്നത് തമാശ പറയാം, തമാശ കളവാകുന്ന തമാശകളും മറ്റൊന്നും പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ നാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വിശ്വാസിയുടെ നാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. മനുഷ്യൻ്റെ ഒരാൾ നല്ല അവൻ്റെ ഇസ്ലാമിൻ്റെ നന്മയിൽപ്പെട്ടതാണ്, ഒരാൾ നല്ല മുസ്ലിമാണ് എന്നതിൻ്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനീഹി. അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അവന് ഇടപെടേണ്ടതില്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ ഒഴിവാക്കും. എല്ലാത്തിലും ഇടപെടുക, എല്ലാം പറയാം. നമുക്ക് ആഖിറത്തിൽ എതിരാകാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുകയും അതിൽ മാത്രം ഇടപെടുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ മുഖ്യ അജണ്ടയാകേണ്ടത്. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരെങ്കിലും അന്ത്യനാളിൽ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറയണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അല്ലെങ്കിൽ നന്മ പറയുക, നല്ലത് മാത്രം പറയുക. ചിന്തിച്ചിട്ടാണ് നമ്മളൊക്കെ പറയേണ്ടത്. നമ്മളൊക്കെ പറഞ്ഞിട്ട് ചിന്തിക്കുന്നവരാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ബുദ്ധിമാൻ്റെ നാവ് ഹൃദയത്തിൻ്റെ അപ്പുറത്താണ്, വിഡ്ഢിയുടെ നാവ് ഹൃദയത്തിൻ്റെ ഇപ്പുറത്താണെന്ന് പറയുന്നുണ്ട്. പണ്ഡിതന്മാർ പറയാണ്, ബുദ്ധിമാൻ്റെ നാവ് ഹൃദയത്തിൻ്റെ അപ്പുറത്താണ്, വിഡ്ഢിയുടെ നാവ് ഹൃദയത്തിൻ്റെ ഇപ്പുറത്താണ്. അതായത് ബുദ്ധിമാൻ്റെ നാവ് ഹൃദയത്തിൻ്റെ അപ്പുറത്താന്ന് പറഞ്ഞാൽ ഓൻ ചിന്തിച്ചിട്ടേ പറയുള്ളൂ. ഒരു കാര്യം അത് ഞാൻ പറയണോ എന്ന് ചിന്തിച്ചിട്ടേ പറയുള്ളൂ. എന്നാൽ വിഡ്ഢി അങ്ങനെയല്ല, വിഡ്ഢി പറഞ്ഞിട്ടേ ചിന്തിക്കുള്ളൂ, പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുക. നമ്മൾ ഏത് കൂട്ടത്തിലാണ് പെടുക എന്നത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞിട്ട് ചിന്തിക്കുന്നവരെ കൂട്ടത്തിൽപ്പെട്ടതാണോ അതോ ചിന്തിച്ചിട്ട് പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ച് പറയുന്നവരാകണം. ഏതൊരു വിഷയം ആലോചിച്ച് പറയുന്നവരാകണം. അതിൻ്റെ ഭവിഷ്യത്തുകളും അത് നമുക്ക് എന്താണ് പറഞ്ഞിട്ട് ഗുണമുണ്ടോ നേട്ടമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പറയുന്നവരാകണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നാവ് കൊണ്ടുള്ള വിപത്തുകൾ രണ്ട് ലോകത്തും നമുക്ക് കുറഞ്ഞു കിട്ടും. പരലോകത്ത് മാത്രമല്ല നാവ് കൊണ്ട് വിപത്തുണ്ടാവുക. നമ്മുടെ ഓരോ വാക്കുകൊണ്ട്, നമുക്കൊക്കെ പലപ്പോഴും നമ്മുടെ അനുഭവത്തിലുള്ളത്, ഓരോരുത്തരുടെ വാക്കുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ഉണ്ടാവാറുള്ളത്. ഒരു വാക്കാണ്, ഒരാളുടെ വാക്ക് കൊണ്ടോ വെറുതെ അയൽവാസികളോട് പറഞ്ഞത്, അല്ലെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞത്, അല്ലെങ്കിൽ പരസ്പരം പറഞ്ഞത്, വെറുതെ പറഞ്ഞു കൂട്ടിയ ചില വാക്കുകളായിരിക്കും പിന്നെ ആ കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്, ഒരുപാട് കാലത്തെ ബന്ധങ്ങൾ തകർക്കുന്നതൊക്കെ വാക്കുകൾ കൊണ്ടാണ്. അതുകൊണ്ട് നല്ലത് മാത്രം പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ നാവ് സൂക്ഷിക്കാൻ നമുക്ക് ഏറ്റവും അധികം ഭയപ്പെടേണ്ട ഒരു അവയവമാണല്ലോ നാവ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാവ് സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ, നന്മ മാത്രം പറയുന്നവരുടെ കൂട്ടത്തിൽ, നല്ലത് മാത്രം കൊയ്തെടുക്കുന്ന നാവിൻ്റെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ നാവിനെയും നമ്മുടെ എല്ലാ അവയവങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള എല്ലാ ഗീബത്തും നമീമത്തുമൊക്കെ, ഗീബത്തും നമീമത്തൊന്നും പറയാത്തൊരു ദിവസം തന്നെ നമുക്ക് ഇല്ല എന്ന് പറയലായിരിക്കും ശരി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി